ഓക്കെ, നമുക്ക് 14ാമത്തെ ക്വസ്റ്റ്യൻ കിടക്കാം. ഇത് ആക്ച്വലി നമ്മുടെ സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന ചാപ്റ്ററിലെ ക്വസ്റ്റൻ ആണ്. എഗെയിൻ വളരെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റൻ ആണ്. ഇത് ഒരു ബുദ്ധിമുട്ടില്ലാത്ത ക്വസ്റ്റൻ ആണ്. വളരെ ബേസിക് ആയിട്ട് കുറച്ച് ഐഡിയ ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റൻ ആണ്. ഇവിടെ എന്താ എക്സ് ആരാ? എക്സ് ആരാ? ക്യാപിറ്റൽ എക്സ് ഈ സ്മോൾ എക്സ് അല്ലെ, അതാരാ? ബിലോങ്സ് ടു നാച്ചുറൽ നമ്പർ ബിറ്റ്വീൻ 1 and 19 അല്ലെ. 1നും 19നും ഇടയിലുള്ള നാച്ചുറൽ നമ്പേഴ്സ് ആണ് ഇവിടെ ഉള്ളത്, എക്സ് ഉള്ളത്. അപ്പൊ ആരൊക്കെ എക്സ് വരടാ? 1 2 3 4 5 6 എക്സെട്ര 90 വരൂലേ? യെസ്, ഇതാണ് എക്സ് ഉള്ളത്. ഓക്കെ, ഫോർ സം എ ബി ബിലോങ്സ് ടു ആർ. എ ബി 2 എ ബി ഉണ്ട്, അതെന്താണ്? റിയൽ നമ്പേഴ്സ് ആണ്. സച്ച് വൈ ആരാ? വൈ ഇസ് എ എക്സ് പ്ലസ് ബി അല്ലെ. അതായത് ഇതാണല്ലോ എക്സ് അല്ലെ. ആ എക്സിനെ ആദ്യം എന്ത് ചെയ്യും? എ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും, പിന്നെ ബി ആഡ് ചെയ്യും അല്ലെ. വൈ എന്താ പറയുന്നത്? വൈ ഇസ് എ എക്സ് പ്ലസ് ബി ആണ് അല്ലെ. ഇതിലെ എലമെന്റുകളാണല്ലോ എക്സ്, എക്സ് ഇതിലെ എലമെന്റുകളാണല്ലോ അല്ലെ. ഈ എലമെന്റുകൾ എന്താണ്? എ കൊണ്ട് ആദ്യം മൾട്ടിപ്ലൈ ആണ് അല്ലെ, പിന്നെ ബി ആഡ് ചെയ്യല്ലേ ചെയ്യാം അല്ലെ. ഇത് മീൻ ആൻഡ് വേരിയൻസ് ഓഫ് ദ എലമെന്റ്സ് വൈ. ഈ വൈന്റെ മീൻ എന്താണ്? ഈ വൈന്റെ മീൻ എന്താണ്? 30 ആണ് അല്ലെ. വേരിയൻസ് എന്താണ്? 750 ആണ്. ദ സം ഓഫ് ഓൾ പോസിബിൾ വാല്യൂസ് ഓഫ് ബി. ബിക്ക് പോസിബിൾ ആയുള്ള എല്ലാ വാല്യൂസും സം ആണ് ഇതിന്റെ ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ ഇവിടെ നിങ്ങൾ ആലോചിക്കുന്ന കാര്യം വെച്ചാലേ, ഇതല്ലേ നമ്മളെ എക്സുകൾ അല്ലെ. ആ എക്സുകളിൽ നിന്ന് എങ്ങനെയാ വൈയിലേക്ക് എത്തുക? വൈയിലേക്ക് എത്ത എങ്ങനെയാ? ആദ്യം എ ഇൻറ്റു എക്സ് ചെയ്യുക പ്ലസ് ബി ചെയ്യുക അല്ലെ. അങ്ങനെയെങ്കിലേ ഈ എക്സിന്റെ മീന് എക്സ് ബാർ ആണെന്ന് വിചാരിക്ക്. എക്സിന്റെ മീൻ എന്താ? എക്സ് ബാർ ആണെന്ന് വിചാരിക്ക്. ആ എക്സ് ബാർ എന്താ ശരിക്ക്? എക്സ് ബാർ എന്ന് പറയാൻ n ഇൻറ്റു n പ്ലസ് 1/2 അല്ലേ അല്ലെ. എടാ ഇതേ 1 മുതൽ സോറി എക്സ് ബാർ n n പ്ലസ് 1 അല്ല. എക്സ് ബാർ എന്താ? എക്സ് ബാർ സം ബൈ n അല്ലേ അല്ലെ. എടാ ഒരു ഡാറ്റയുടെ മീൻ എന്താ? സം ബൈ n അല്ലേ അല്ലെ. അപ്പൊ ഇതിൽ സം ബൈ n അല്ലെ. എടാ ഇതല്ലേ എക്സ് എന്ന ഡാറ്റ, അതിന്റെ സം എന്താ? സം എന്ന് പറഞ്ഞാലേ 1 + 2 + 3 + എക്സെട്ര 19 അല്ലേ. എടാ അത് ശരിക്ക് n ഇൻറ്റു n പ്ലസ് 1/2 അല്ലേ. അവിടെ n എന്താ? 19 അല്ലേ. അപ്പൊ എന്തിനാ? n ഇൻറ്റു n ആരാ? 19. n പ്ലസ് 1 എന്താ? 20/2. ഇതാണെന്ത്? സം അല്ലെ. ഇതര സം n ഇൻറ്റു n പ്ലസ് 1/2 അല്ലേ. ഇതാ സം ബൈ n. n എന്താ? 19 ആണ്. n 90 അല്ലേ. അപ്പൊ കട്ട് ചെയ്ത 20/2 എന്താ? 10 അല്ലെ. അപ്പൊ ഈ ഡാറ്റയുടെ എക്സ് ബാർ എന്താണ്? 10 ആണ് അല്ലെ. അതേപോലെ ഈ ഡാറ്റയുടെ സിഗ്മ സ്ക്വയർ എന്താ? വേരിയൻസ് എന്താ? നമുക്ക് എല്ലാവർക്കും അറിയാലോ, n നാച്ചുറൽ നമ്പേഴ്സിന്റെ വേരിയൻസ് ആണ് ഇക്വേഷൻ എന്താ? n² - 1/12 അല്ലേ. അപ്പൊ എന്താ? n² 19² - 1/12 അല്ലെ. അവിടെ n ഇവിടെ 19 അല്ലേ, 19 ടൈംസ് അല്ലത്. അപ്പൊ 19² - 1/12 വരിക അല്ലെ. n² - 1/12 ആണ്. അപ്പൊ 19² - 1/12 വരും അല്ലെ. എന്താണ് 19²? നമുക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ 19² എന്താ? 19² എന്ന് പറയുമ്പോഴേ 90 × 19 അല്ലേ അല്ലെ. എത്ര വരിക? നിങ്ങൾ പറ. ഒരു മിനിറ്റ്. 19 × 90 എത്രയാ? 9 9 9 17 9 1 അല്ലെ. അപ്പൊ 1 9 16 1 361 അല്ലേ വരിക. 361 അല്ലെ. അപ്പൊ 19ന്റെ സ്ക്വയർ എന്താ? 391 ആണ്. 361 ആണ് അല്ലെ. 361. അപ്പൊ 361 - 1 360 അല്ലേ. 360/12 അത് 30 വരിക. അതായത് ഈ എക്സ് എന്ന ഡാറ്റയുടെ മീന് 10 ആണ്, വേരിയൻസ് ആരാ? 30 ആണ്. ഇതാടെ എക്സ് എന്ന ഡാറ്റ അല്ലേ. പക്ഷെ എക്സ് എന്ന ഡാറ്റയെ എ കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്ത് ബി ആഡ് ചെയ്താലല്ലേ എന്ത് കിട്ടുക? എടാ വൈ എന്ന ഡാറ്റ കിട്ടുക അല്ലെ. എടാ ഇത് എക്സ് എന്ന ഡാറ്റയുടെ മീനും വേരിയൻസാ. ആ എക്സ് എന്നെങ്ങനെ വൈ കാണാ? വൈ കാണണമെങ്കിൽ ഈ എക്സ് എന്ന ഡാറ്റ എ കൊണ്ട് മൾട്ടിപ്ലൈ പിന്നെ ബി ആഡ് ചെയ്യല്ലേ അല്ലെ. അങ്ങനെയെങ്കിൽ വൈന്റെ മീൻ എന്ത് വരാ? വൈന്റെ മീൻ കാണുന്ന ഇക്വേഷൻ നിങ്ങൾ പറ. വൈന്റെ മീൻ കാണുന്ന ഇക്വേഷൻ എന്താ? എടാ വൈന്റെ മീൻ കാണാൻ വൈ ബാർ എന്ന് ചോദിക്ക്. എടാ ഇത്രേ ഉള്ളൂ. എക്സിന്റെ മീൻ എക്സ് ബാർ ആണെന്ന് ചോദിക്കുക. എക്സിന്റെ മീൻ എന്താ? എക്സ് ബാർ. എക്സിന്റെ മീൻ എന്താ? എക്സ് ബാർ. ആ എക്സിനെ എ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴേ നമുക്കറിയാം എക്സ് ബാറിനും എ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണ്ടേ അല്ലെ. ഇനി അതിനെ ബി കൊണ്ട് ആഡ് ചെയ്യുമ്പോഴേ ആ മീനിനെയും ബി കൊണ്ട് ആഡ് ചെയ്യണ്ടേ അല്ലെ. എടാ എക്സ് ബാർ ആയിരുന്നു ആദ്യം മീന് അല്ലെ. ആ ഡാറ്റ എ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴേ മീനെയും എ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണ്ടേ അല്ലെ. ആ ഡാറ്റയിൽ ബി ആഡ് ചെയ്യുമ്പോഴേ മീനിലേക്കും ബി ആഡ് ചെയ്യണ്ടേ അല്ലെ. അങ്ങനെയെങ്കിൽ വൈബാർ കിട്ടൂലടാ. ആ വൈബാറിന്റെ വാല്യൂ എന്താ പറഞ്ഞിട്ട്? വൈബാറിന്റെ വാല്യൂ 30 എന്ന് പറഞ്ഞിട്ട് അല്ലെ. അപ്പൊ ഇതാരാ? 30 ആണ്. അപ്പൊ എന്താവും? എ ഇൻറ്റു ആരാ? എക്സ് ബാർ. എക്സ് ബാർ 10 ആ. അപ്പൊ എ ഇൻറ്റു 10 പ്ലസ് ബി എന്താ? 30 ആണ് അല്ലെ. അപ്പൊ എന്ത് കിട്ടി? 10a + b എന്താ? 30 ആണ്. 10a + b 30 ആണ്.
ഇവിടെ ചെയ്ത് മനസ്സിലാവും, രണ്ട് ഡാറ്റ ഉണ്ട്. ഒരു ഡാറ്റ എക്സ്, മറ്റേ ഡാറ്റ വൈ ആണ് അല്ലേ. ഈ എക്സിനെ വൈയിലേക്ക് എത്തിക്കണമെങ്കിൽ ആദ്യം എ ഇൻറ്റു എക്സ് ചെയ്യണം, പിന്നെ ബി ആഡ് ചെയ്യണം അല്ലേ. അപ്പൊ നമുക്ക് എല്ലാവർക്കും വരാം, എക്സിന്റെ മീൻ എക്സ് ബാർ ആണെങ്കിൽ എ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ മീനും എ മൾട്ടിപ്ലൈ ചെയ്യണ്ടേ, അപ്പൊ എ എക്സ് ബാർ ആവും അല്ലെ. ബി ആഡ് ചെയ്യുമ്പോൾ മീനിലേക്കും ബി ആഡ് ചെയ്യണ്ടേ, അപ്പൊ എ എക്സ് ബാർ പ്ലസ് ബി ആവും അല്ലെ. അതിന്റെ വാല്യൂ ആണ് തന്നുള്ളത് 30. ഓക്കെ, അപ്പൊ ഒരു ഇക്വേഷൻ ആയി. പിന്നെ നമുക്ക് എല്ലാവർക്കും വരാം, എടാ എക്സിന്റെ വേരിയൻസ് സിഗ്മ സ്ക്വയർ കൊടുത്തിട്ടോ, ആ വേരിയൻസ് എന്താ 30 ആണ് അല്ലെ. അങ്ങനെയെങ്കിൽ ആ എക്സിലേക്ക് എ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ അവിടെ എക്സിന്റെ വേരിയൻസ് എന്താ 30 ആണ് അല്ലെ. അങ്ങനെയെങ്കിൽ അതിലേക്ക് എ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ സിഗ്മ സ്ക്വയർ നമുക്ക് എല്ലാവർക്കും എ സ്ക്വയർ മൾട്ടിപ്ലൈ ചെയ്യണ്ടേ അല്ലെ. ഒരു പെർട്ടിക്കുലർ നമ്പർ കൊണ്ട് ഡാറ്റയെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ വേരിയൻസ് അതിന്റെ സ്ക്വയർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണ്ടേ അല്ലെ. അപ്പൊ ഡാറ്റ ഞാൻ എ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ വേരിയൻസ് എന്താണ് എ സ്ക്വയർ മൾട്ടിപ്ലൈ ചെയ്യണം അല്ലെ. ഇനി ഈ എക്സിലേക്ക് ബി ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എല്ലാവർക്കും വരാം, ഒരു ഫിക്സ് നമ്പർ ആഡ് ചെയ്താലോ സബ്ട്രാക്ട് ചെയ്താലോ വേരിയൻസിനെ വാല്യൂ മാറില്ലല്ലോ. അപ്പൊ ഈ ബി ആഡ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കില്ല, വേരിയൻസ് ഒരു മാറ്റം സംഭവിക്കില്ല അല്ലെ. നേരത്തെ വേരിയൻസ് 30 എ സ്ക്വയർ ആയിരുന്നു അല്ലെ. ആ ബി ആഡ് ചെയ്തു എന്ന് വെച്ച് എന്ത് മാറൂല, വേരിയൻസ് മാറൂല അല്ലെ. പറഞ്ഞ് മനസ്സിലായി എല്ലാവർക്കും. എടാ എക്സിന്റെ വേരിയൻസ് എന്താണ് 30 ആണ് അല്ലെ. അപ്പൊ അതിലേക്ക് എ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എ എക്സ് ആവൂലേ, ആ വേരിയൻസ് എന്താവും എ സ്ക്വയർ മൾട്ടിപ്ലൈ ചെയ്യും, അപ്പൊ എന്തായി 30 എ സ്ക്വയർ ആയി. പക്ഷെ ബി ആഡ് ചെയ്യുമ്പോൾ വേരിയൻസ് ഒന്നും സംഭവിക്കൂല അല്ലെ. സോ ബി ആഡ് ചെയ്യുമ്പോൾ വേരിയൻസ് ഒന്നും സംഭവിക്കൂലെന്ന് അല്ലെ. അപ്പൊ ഇതല്ലേ സിഗ്മ സ്ക്വയർ, ഇതാര് സിഗ്മ സ്ക്വയർ, എ എക്സ് പ്ലസ് ബിന്റെ സിഗ്മ സ്ക്വയറാ അല്ലെ. എ എക്സ് പ്ലസ് ബി എന്ന് പറഞ്ഞാൽ വൈ അല്ലേ, വൈന്റെ സിഗ്മ സ്ക്വയർ ആണ് 30 എ സ്ക്വയർ അല്ലെ. അത് ശരി ക്വസ്റ്റ്യൻ പേപ്പർ തന്നിട്ടുണ്ട്, എത്രയാണ് 750 തന്നില്ലേ അല്ലെ. അപ്പൊ ഇത് എത്രയാണ് 750 ആണ്. അപ്പൊ കട്ട് ചെയ്ത് ഇത് പോയി. അപ്പൊ എ സ്ക്വയർ എന്താണ്, എ സ്ക്വയർ ഈസ് 75/3 25 അല്ലേ. എ സ്ക്വയർ ഈസ് 25 അല്ലെ. എ സ്ക്വയർ 25 എ എന്താ, എ ഈസ് പ്ലസ് ഓർ മൈനസ് 5 അല്ലേ. അപ്പൊ എ എന്താ +5 ആവാം -5 ആവാം അല്ലെ. രണ്ടും ഇതിലേക്ക് ഇട്ട് കൊടുക്കുക, എന്നിട്ട് ബിന്റെ ഓപ്ഷൻ നോക്കുക, ബി ഏതാണോ. എടാ എക്ക് +5 ആവാം -5 ആവാം അല്ലെ. അപ്പൊ ശരിക്കും +5 ആവുമ്പോൾ ഒരു ബി കിട്ടും അല്ലെ, -5 ആവുമ്പോൾ വേറെ ബി കിട്ടും അല്ലെ. അങ്ങനെയുള്ള ബിന്റെ സമ്മല്ലേ ചോദിച്ചത്, സം ഓഫ് ഓൾ പോസിബിൾ വാല്യൂസ് ഓഫ് ബി അല്ലേ ചോദിച്ചത് അല്ലെ. സം ഓഫ് ഓൾ പോസിബിൾ വാല്യൂസ് ഓഫ് ബി ആണ്. അപ്പൊ ഞാനേ എക്ക് എന്ത് ചെയ്യാം, +5 കൊടുക്കാം, എക്ക് -5 കൊടുക്കാം അല്ലെ. ഇപ്പൊ കിട്ടിയതേ 10a + b 30 അല്ലേ അല്ലെ. +5 ആണ് എ കൊടുക്കുന്നത്. അപ്പൊ എന്താ 10 × 5 എന്താ 50 പ്ലസ് ബി എന്താ 30, ബി എന്താ -20. ഇനി -5 കൊടുത്താലോ, 10 × -5 എന്ന് പറഞ്ഞാൽ -50 അല്ലേ. -50 പ്ലസ് ബി എന്താ 30, ബി എന്താ 80. ബി എന്തായി -20 ആയി, ബി 80 ആയി അല്ലെ. അവിടെ ചോദിച്ചതേ സം ഓഫ് ഓൾ പോസിബിൾ വാല്യൂസ് ഓഫ് ബി അല്ലേ. ഇതിന്റെ സം എന്താ -20 + 80 60 അല്ലേ. സോ ആൻസർ ഈസ് ഓപ്ഷൻ 4 ആണ് അല്ലെ. ഓപ്ഷൻ 4 ആണ് ക്വസ്റ്റ്യൻ ആൻസർ. ക്ലിയർ ആണെന്ന് വിചാരിക്കാണ്. അപ്പൊ ഇവിടെ നിങ്ങൾക്ക് ആകെ അറിയേണ്ട കാര്യം വെച്ചാലേ, എടാ വൈ എന്ന ഡാറ്റ കിട്ടുന്നത് എക്സിനെ എ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് ബി ആഡ് ചെയ്യുമ്പോഴാണ് അല്ലെ. സോ പുതിയ മീൻ എന്തായിരിക്കും, എക്സിന്റെ മീൻ കിട്ടിയാലേ എ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്താണ് മീനും എ മൾട്ടിപ്ലൈ ചെയ്യണം അല്ലെ. ബി ആഡ് ചെയ്യുമ്പോഴോ മീനും ബി ആഡ് ചെയ്യണം അല്ലെ. പക്ഷെ വേരിയൻസിന്റെ കേസിൽ എ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ വേരിയൻസ് ചെയ്യണം എ സ്ക്വയർ മൾട്ടിപ്ലൈ ചെയ്യണം അല്ലെ. പക്ഷെ ബി ആഡ് ചെയ്യുമ്പോൾ വേരിയൻസ് മാറ്റം സംഭവിക്കില്ലല്ലോ, ഇല്ല. അപ്പൊ അതാണ് കാര്യം. ക്ലിയർ ആയെന്ന് വിചാരിക്കാണ്.